ഹായ്, നമസ്കാരം. SB അരുളിലാണ്. ഒരു ഇലക്ഷൻ അപ്ഡേറ്റ് കൂടെ ഉണ്ട്. ഈ കഴക്കൂട്ടം വാർഡ് രണ്ടായി വിഭജിച്ചു. ഇത്തവണ അത് തിരുവനന്തപുരം നഗരസഭയിൽ സൈനിക് സ്കൂൾ എന്നൊരു പുതിയ വാർഡ് കൂടി വന്നിട്ടുണ്ട്. ആ സൈനിക് സ്കൂൾ വാർഡിൽ ഇത്തവണ കോൺഗ്രസിന് റിബൽ ഉണ്ടായിരിക്കുകയാണ്. അതും UDF നിന്ന് തന്നെ. കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 32 ഇടങ്ങളിൽ UDF ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ കഴക്കൂട്ടത്ത് ഇക്കുറി അല്ലെങ്കിൽ ഇത്തവണ മുതൽ തിരുവനന്തപുരം നഗരസഭയിൽ പുതുതായി വന്നു ചേർന്ന സൈനിക് സ്കൂൾ വാർഡിലേക്ക് കോൺഗ്രസും UDF തമ്മിലുള്ളൊരു പോരാട്ടം നടക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അതായത് കേരള കോൺഗ്രസിന്റെ ജോസഫിലെ ഈ കാണുന്ന സുജിത്ത് എന്ന് പറയുന്നതാണ് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് മത്സരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 4 സീറ്റുകൾ ഇവർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം പൂന്തുറ, വിഴിഞ്ഞം പോർട്ട് സ്റ്റേഷൻ, പിന്നെ വിഴിഞ്ഞം പോർട്ട് വാർഡ്. പിന്നീട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂന്തുറയ്ക്ക് പുറമെ വിഴിഞ്ഞം പോർട്ടും വിട്ടുപോയി. അപ്പോൾ ഈ 4 വാർഡാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരു വാർഡ് പോലും കൊടുക്കില്ല എന്ന നിലയിലേക്ക് ഇവരെ അവഗണിച്ച് നാണം കെടുത്തി കോൺഗ്രസ് നേതൃത്വം മാടമ്പിത്തരം കാണിച്ചപ്പോഴാണ് പലയിടങ്ങളിലും അവർ തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് ഇപ്പോൾ കേരള കോൺഗ്രസ്സുകാർ സൈനിക് സ്കൂൾ വാർഡിലേക്ക് വരുമ്പോൾ അത് വളരെ പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളമാണ്. ആ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം തിരുവനന്തപുരം നഗരസഭയിൽ നടത്തുന്നത്. അത് ഈ 1ാം വാർഡ് എടുക്കുമ്പോൾ കഴക്കൂട്ടത്ത് MS അനിൽ എന്നുള്ള DCC ജനറൽ സെക്രട്ടറിയെ മത്സരിപ്പിക്കുന്നിടത്ത് കോൺഗ്രസിലെ INTUC കാരൻ തന്നെ അല്ലെങ്കിൽ INTUC നേതാവായ B ലാലു അവിടെ റിബലായിട്ട് വരുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ സൈനിക് സ്കൂൾ വാർഡിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിലെ രവിയെയാണ് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയാണ്. മണ്ഡലം ഭാരവാഹിയായിട്ടുള്ള വ്യക്തി ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് ആ പിടിച്ചെടുക്കാനായിട്ടുള്ള പുതിയ വാർഡാണ്. അവിടുത്തെ നേരത്തെ NSSന് ഭൂരിപക്ഷമുള്ള ചില മേഖലയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു NSS കാൻഡിഡേറ്റിനെ തന്നെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെയും ഒരു NSS കാൻഡിഡേറ്റ് സുദേവൻ എന്നാണ് പേരെന്ന് തോന്നുന്നു. അദ്ദേഹവും മത്സരരംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കടുത്ത മത്സരത്തിലേക്ക് പോവുകയാണ്. അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ SS ബിജു എന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള വ്യക്തിയെ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ഭാരവാഹിയായിട്ടുള്ള വ്യക്തിയാണ് അവിടെ പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു കടുത്ത മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വാർഡിനെ പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തെ അപ്പാടെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഒരു പുതിയ റിബൽ നീക്കം. കേരള കോൺഗ്രസിലെ സുജിത്തിന്റെ നേതൃത്വത്തിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇവർ മത്സരരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ 1ാം വാർഡും അപ്പോൾ 2ാം വാർഡായിട്ടുള്ള സൈനിക് സ്കൂളിലും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താമെന്ന് ഉദ്ദേശിക്കുന്ന കോൺഗ്രസിന് കടുത്ത വെല്ലുവിളിയായി മാറുകയാണ്. ഈ 2 റിബൽ സാന്നിധ്യം സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ സൈനിക് സ്കൂൾ വാർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള കുറച്ച് മേഖലയുണ്ട്. ആ മേഖലകളിലാണ് ഈ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ സ്പ്ലിറ്റപ്പ് ചെയ്യാം അല്ലെങ്കിൽ അത് പിടിച്ചു മാറ്റിക്കൊണ്ട് അവർ ശക്തിപ്രകടനം നടത്താനായിട്ട് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് കനത്ത തിരിച്ചടി നൽകാൻ പോകുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന 2 വാർഡുകളിൽ അത് നേരത്തെ ഈ 1ാം വാർഡാണെങ്കിൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം അതായത് കഴക്കൂട്ടം പഞ്ചായത്ത് കോർപ്പറേഷനിലേക്ക് ചേർത്തതിന് ശേഷം അന്ന് ആദ്യം 1ാം വാർഡിൽ വിജയിച്ചത് UDF ആയിരുന്നു. UDFന്റെ ജനതാദളിന് കിട്ടിയ സീറ്റാണ്. അതിനുശേഷം കോൺഗ്രസ് അത് ഏറ്റെടുത്തതിന് ശേഷം അവർ വീണ്ടും ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അത് ആവർത്തിക്കാൻ പരിശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവിടെ INTUC നേതാവ് റിബലായതുപോലെ തന്നെ ഇപ്പോൾ സൈനിക് സ്കൂൾ വാർഡിലേക്ക് കേരള കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി കൂടി നോമിനേഷൻ കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് വലിയ കീറാമുട്ടിയായി മാറുന്നുണ്ട്. അവിടെ വലിയ വിജയം ഒത്തൊരുമയോടുകൂടി നേടിയെടുക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട്. അപ്പോൾ സുജിത്ത് മത്സരിക്കുകയാണെങ്കിൽ സൈനിക് സ്കൂൾ വാർഡിൽ കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന് വിജയിച്ചു കയറാമെന്നുള്ള അവരുടെ സാധ്യതയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. 1ാം വാർഡിൽ INTUC നേതാവാണ് റിബലെങ്കിൽ അല്ലെങ്കിൽ സ്വതന്ത്രനെങ്കിൽ അത് സൈനിക് സ്കൂൾ വാർഡ് എന്ന 2ാം വാർഡിലേക്ക് എത്തുമ്പോൾ അവർക്ക് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ റിബലാണെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ ശരി, മറ്റൊരു വിഷയമായിട്ട് പിന്നെ കാണാം.